പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ശക്തമായ ജനകീയ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വഖഫുള്ള ഒരു വിശ്വാസി, ആ വിശ്വാസി ദൈവപ്രീതിക്ക് വേണ്ടി പല രാജ്യങ്ങളും തമ്മിൽ തല്ലടിച്ചുകൊണ്ട് ജനാധിപത്യം തകർന്നപ്പോൾ ഇന്നും ലോകത്ത് തന്നെ അമ്പരപ്പിച്ചുകൊണ്ട് ജനാധിപത്യത്തെ തകരാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം. ആ രാജ്യത്തെ കഴിഞ്ഞ കുറെ നാളുകളായി സംഘപരിവാരം അധികാരമേറ്റെടുത്തതിനു ശേഷം നമ്മുടെ രാജ്യത്തിന്റെ ഈ ഭരണഘടന ഒരു മൂലയിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് കഴിഞ്ഞ 100 വർഷമായി ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കൃത്യമായ അജണ്ട വെച്ച്, കൃത്യമായി ലക്ഷ്യം വെച്ച്, ഈ രാജ്യത്ത് ആരാണ് ശത്രുക്കളെന്ന് കൃത്യമായി എഴുതി വെച്ച്, അതിനുവേണ്ടി അജണ്ടകൾ നിശ്ചയിച്ച്, അതിനുവേണ്ടി പ്രചരണങ്ങൾ നടത്തി, അതിനുവേണ്ടി ആവശ്യമായ മുഴുവൻ പദ്ധതികളും തയ്യാറാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് RSS. ആ RSS ആണ് കഴിഞ്ഞ 2 ടൈമായിട്ട് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു പ്രവർത്തകനാണ്, അതിന്റെ ഒരു പ്രചാരകനാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. അതിന്റെ പ്രവർത്തകരാണ്, അതിന്റെ പ്രചാരകരാണ് ഇന്ന് രാജ്യത്തിന്റെ മന്ത്രിമാര്. RSS രാജ്യത്ത് വളരെ കൃത്യമായി അവരുടെ അജണ്ടകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്നും അവർ മറച്ചു വച്ചിട്ടില്ല. ആ അജണ്ടകൾ ഒന്നൊന്നായി അവർക്ക് രാജ്യസഭയിലും പാർലമെന്റിലും RSSന്റെ ഒന്നൊന്നായിട്ടുള്ള അജണ്ടകൾ അത് നടപ്പിലാക്കാൻ അധികാരം കിട്ടിയപ്പോൾ അവർ ഓരോ അജണ്ടകളും ഒന്നൊന്നായി രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന വസ്തുതയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ രാജ്യത്തെ വഖഫിന് നേരെയുള്ള കടന്നാക്രമണം. അവർ RSS പറഞ്ഞു, പൗരത്വ ബില്ല് ഞങ്ങൾ കൊണ്ടുവരും, ഇവിടത്തെ മുസ്ലിങ്ങളെ പൗരന്മാരായി അല്ലാതാക്കും, അവരെ ഞങ്ങൾ നാട് കടക്കും, അവരെ ഞങ്ങൾ ജയിലിലടക്കും എന്ന് പറഞ്ഞു. അവരുടെ ആരാധനാലയങ്ങളുടെ, അവരുടെ അഭിമാന ചിഹ്നങ്ങളെ, അവരുടെ സമ്പത്ത്, അവരുടെ മുഴുവൻ സംവിധാനങ്ങളെയും ഞങ്ങൾ ഈ രാജ്യത്ത് ഇല്ലാതാക്കും. മുസ്ലിങ്ങളെ മാത്രമല്ല, ക്രിസ്ത്യാനികളെ മാത്രമല്ല, ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ പാർശ്വവൽക്കര ജനവിഭാഗങ്ങളെയും അവരുടെ അസ്തിത്വത്തെ ഞങ്ങൾ ഇല്ലാതാക്കും, അവരുടെ അഭിമാന സ്തംഭങ്ങളെ ഞങ്ങൾ ഇല്ലാതാക്കും, അവരുടെ ആരാധനാലയങ്ങളെ ഞങ്ങൾ ഇല്ലാതാക്കും, അവരുടെ ശ്മശാനങ്ങളെ ഞങ്ങൾ ഇല്ലാതാക്കും. അങ്ങനെ ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെയും ക്രൈസ്തവരുടെ ഒക്കെ തന്നെ ഈ രാജ്യത്ത് തലയുയർത്തി നിൽക്കുന്ന മുഴുവൻ ചരിത്ര സ്തംഭങ്ങളെയും സ്ഥാപനങ്ങളെയും ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന് കൃത്യമായി പ്രചരിപ്പിച്ച്, പ്രഖ്യാപിച്ച്, എഴുതി വെച്ച്, അജണ്ട നിശ്ചയിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു RSS നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. പൗരത്വ ബില്ല് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഏക സിവിൽ കോഡ് അവർ കൊണ്ടുവരുമെന്ന് പറയുന്നു. ഇന്ന് അവർ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏതാനും സംസ്ഥാനങ്ങളിൽ ഏക സിവിൽ കോഡ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. മദ്രസകൾക്ക് നേരെ ബാലാവകാശ കമ്മീഷന്റെ വാറോലയുമായിട്ട് മറ്റൊരു സംഗതി, മുത്തലാഖ് ബില്ല് അവർ കൊണ്ടുവന്നു. ഹിജാബിനെതിരെ അവർ വന്നു. ഇപ്പോഴും ഇവിടുത്തെ ക്രിസ്ത്യൻ പള്ളികളുടെയും മുസ്ലിം പള്ളികളുടെയും അടിവാരം തോണ്ടിക്കൊണ്ട് അവിടെ ഹനുമാന്റെ കല്ലുണ്ടോ, അതല്ലെങ്കിൽ ശിവലിംഗമുണ്ടോ എന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ ആയുധങ്ങൾ അണിനിരത്തിക്കൊണ്ട് പാർട്ടിയുടെ ശക്തി കാണിക്കാനല്ല ഈ സമ്മേളനം നടത്തുന്നത്. മറിച്ച് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ രാജ്യത്തെ ഭരണകൂടങ്ങളോട് ഉറക്കെ പറയുകയാണ്, സംഘപരിവാരമേ, നിങ്ങളുടെ അധികാരത്തിന്റെ മുഷ്കിന് മുമ്പിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഈ വഖഫ് ഭേദഗതി ബില്ലുണ്ടല്ലോ, ഇത് പിൻവലിക്കുന്നത് വരെ തെരുവിൽ നിന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഒരു പ്രവർത്തകനും കയറുകയില്ല. ഇവിടുത്തെ മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തുക്കൾ കൈക്കലാക്കാൻ, അത് കവർന്നെടുക്കാൻ, അവരുടെ സമ്പത്ത് കൊള്ളയടിക്കാനാണ് ഈ ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നത്. വെറുതെ ഒരു ഭേദഗതി ബില്ല് കൊണ്ടുവരികയല്ല ചെയ്യുന്നത്.
ഈ ബില്ലിനെതിരെ എന്ത് എതിർപ്പാണ് നമ്മുടെ രാജ്യത്തുള്ളത്? ശക്തമായ നിയമമാണ്. രാജ്യത്തിന്റെ ഭരണഘടന പറയുന്നതാണ്, ഇവിടുത്തെ മുഴുവൻ മതേതര ജനാധിപത്യ മതവിഭാഗങ്ങൾക്കും അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം. അവരുടെ സമ്പത്തുകൾ സംരക്ഷിക്കപ്പെടണം, ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടണം, അവരുടെ മുഴുവൻ സ്വത്തുവകകൾ സംരക്ഷിക്കപ്പെടണം, അവർക്ക് ആരാധന നടത്താൻ കഴിയണം. പക്ഷെ ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് വളരെ വിശാലമായിട്ട് നമ്മുടെ നേതാക്കന്മാർ സംസാരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ സംഘപരിവാരം മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഭരണഘടനാ വിരുദ്ധമായ വഖഫ് ഭേദഗതി ബില്ല് വഖഫ് എന്ന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങ് ആന്ധ്രയിലും അങ്ങ് ബീഹാറിലും അങ്ങ് ഗുജറാത്തിലും രാജസ്ഥാനിലും ജാർഖണ്ഡിലും കർണാടകയിലും ഈ കേരളത്തിലും തമിഴ്നാട്ടിലുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും ഈ പാർട്ടി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. RSSകാർ പൗരത്വം ചോദ്യം ചെയ്യപ്പോൾ നമ്മൾ തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തിയില്ലേ? അതിനേക്കാൾ നമ്മുടെ അസ്തിത്വത്തെ തന്നെ, ഈ രാജ്യത്തിന്റെ പൗരന്മാരുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന, അവരുടെ മക്ബറകൾ പോലും മാന്തിയെടുക്കാനുള്ള ക്രൂരമായ ബില്ലാണ് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഈ രാജ്യത്ത് ഉയർന്നു വരേണ്ടതുണ്ട് എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആഹ്വാനം ചെയ്യുന്നത്. അതിന് ഈ പാർട്ടി മുന്നോട്ട് വെക്കുന്ന മുഴുവൻ സമര പോരാട്ടങ്ങളിലേക്കും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് വഖഫ് സംരക്ഷണം സാമൂഹ്യ സുരക്ഷയ്ക്ക് എന്ന ക്യാപ്ഷനിൽ കൊല്ലം പീരങ്കി മൈതാനിയിൽ നടക്കുന്ന ഈ മഹാസമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാന്യനായ, നമുക്കേവർക്കും സുപരിചിതനായ, നമ്മുടെ പ്രിയങ്കരനായ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് അവറുകളെ ഈ മഹാസമ്മേളനത്തിലേക്ക് നിങ്ങൾക്കേവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മജീദ്, എറണാകുളം ജില്ലാ പ്രസിഡന്റ് അജ്മൽ K മുജീബ് ഉൾപ്പെടെ ഈ വേദിയിലിരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സലീം മൗലവി, സലീം കരമന, നിസാം, നാസർ പഴയങ്ങാടി, ഷമീർ മാഞ്ഞാലി ഉൾപ്പെടെയുള്ള ജില്ലാ ജനറൽ സെക്രട്ടറിമാർ, അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലാ ഭാരവാഹികളായ സറാഫത്ത് മല്ലം, ഷഫീഖ് കാജറ, ശംസുദ്ദീൻ പോരുവഴി, വൈസ് പ്രസിഡന്റായ ഷെരീഫ്, രാഗി അശോകൻ ഉൾപ്പെടെ മുഴുവൻ കൊല്ലം ജില്ലാ ഭാരവാഹികളെയും, അതോടൊപ്പം തന്നെ ആരെങ്കിലും പേര് വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ നേതൃത്വങ്ങളുടെയും ഈ മഹാസമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹാസമ്മേളനത്തിന് ഇവിടെ തങ്ങളുടേതായ ഭാഗം നിർണയിക്കാൻ ഈ രാജ്യത്തെ ഭീകരമായ ഭരണകൂടത്തിനെതിരെ ഉരുക്കുമുഷ്ടി കൊണ്ട് ഈ തെരുവോരങ്ങളെ കീഴടക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടിയുടെ കർമ്മധീരരായ സഹപ്രവർത്തകരെയും സഹോദരിമാരെയും ഈ ലക്ഷ്യം, ഈ വഖഫ് എന്ന ഭേദഗതി ബില്ലിനെ പ്രതിരോധിക്കാൻ, അത് പിൻവലിക്കുന്നവരെ ഞങ്ങൾ നിങ്ങളോടൊപ്പം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളെയും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഈ മഹാസമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ജയ് SDPI. അസ്സലാമു അലൈക്കും.